ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോവളത്ത് ഭഗത് റൂഫസ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും. വി അരുൺ വിവരങ്ങൾ വായിച്ചിരുന്നു. അരുൺ, നേരത്തെ തന്നെ ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന വ്യക്തി തന്നെയായിരുന്നില്ല അല്ലേ ഈ ഭഗത് റൂഫസ്? അത് തന്നെയാണ്. നേരത്തെ വെങ്ങാനൂർ ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു ഭഗത് റൂഫസ്. അദ്ദേഹം നിലവിൽ RJDയുടെ ഭാഗമാണ്, RJDയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ ആ സീറ്റ് കഴിഞ്ഞ തവണ ജനതാദൾ എസ് മത്സരിച്ചാണ്. അവർ പേര് മാറ്റിയപ്പോൾ ISJD, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന പേരാണ് അവർക്ക് സംസ്ഥാനത്ത് ഉള്ളത്. ISJDക്കാണ് ആ സീറ്റ് ഇന്ന് മുന്നണിയുടെ ഉഭയചർച്ചയിൽ, CPM ഉഭയചർച്ചയിൽ CPM വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആ സീറ്റ് ISJDക്ക് തന്നെ ലഭിക്കും. RJD ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ കഴിയില്ല എന്ന നിലപാട് CPM എടുത്തു. ISJD സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഭഗത് റൂഫസ് നേരത്തെ തന്നെ ISJD അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. മറ്റന്നാൾ ഭഗത് റൂഫസ് ISJDയുടെ ഭാഗമാകും. RJDയിൽ നിന്ന് രാജിവെച്ച് ISJDയിൽ ചേരും. അദ്ദേഹത്തിന് വേണ്ടിയാണ് സീറ്റ് ഇപ്പോൾ ISJD വാങ്ങുന്നത്. ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാക്കാൻ ഏകദേശ ധാരണയായി കഴിഞ്ഞു. ചർച്ചകൾ നേരത്തെ തുടങ്ങിയതാണ്. അങ്ങനെയെങ്കിൽ ഭഗത് റൂഫസ് തന്നെ പാർട്ടി മാറി വരുന്ന ഭഗത് റൂഫസ്, രണ്ടും ജനതാ പാർട്ടികളാണ്, പക്ഷേ രണ്ട് പേരുകളിൽ സംസ്ഥാനത്തുള്ള പാർട്ടികളാണ്. ഏതായാലും പാർട്ടി മാറി വരുന്ന ഭഗത് റൂഫസിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ ISJD ഉദ്ദേശിക്കുന്നത്. നേതൃതലത്തിൽ അതുമായി ബന്ധപ്പെട്ട ധാരണകളായി കഴിഞ്ഞു. മറ്റന്നാൾ അവരുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. പക്ഷേ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോവളത്ത് ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ കോവളത്ത് മത്സരിച്ചത് ജനതാദളിന് വേണ്ടി മത്സരിച്ച നീലലോഹിദാസൻ നാടാർ, അദ്ദേഹം ഇപ്പോൾ RJDയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് RJD സീറ്റ് ആവശ്യപ്പെടുന്നതെങ്കിൽ നൽകാൻ കഴിയില്ലെന്നും CPM ശക്തമായ നിലപാട് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഭഗത് റൂഫസിന് വഴി തുറക്കുന്നത്. അരുണ്, ഈ CPMന് മുമ്പ് കൈവശം വെച്ചിരുന്ന സീറ്റാണ് ഇടതുമുന്നണി, പിന്നീട് കൈമോശം വന്ന സീറ്റാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് വിജയിക്കുന്ന സീറ്റാണ്, ജില്ലയിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഏക സീറ്റുമാണ്. അപ്പോൾ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് സാധ്യതയാണ് ഭഗത് റൂഫസിനുള്ളത്? ഇത് ഇടതുമുന്നണിയിൽ തർക്കത്തിന് ഇടവയ്ക്കുമോ? അല്ലെങ്കിൽ നീല ലോഹിദാസൻ നാടാർ ഇത് സംബന്ധിച്ചൊരു തർക്കം ഉന്നയിച്ച പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം അത് മുന്നണി കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയ സീറ്റാണ്. അവർക്ക് തന്നെ പാർട്ടിയുടെ പേര് മാറിയെന്നും മാത്രമാണ്. പക്ഷെ അവർക്ക് തന്നെ ഇത്തവണയും ആ സീറ്റ് നൽകാൻ ഇടതുമുന്നണി തയ്യാറാണ്. ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ISJD അത് ആവശ്യപ്പെട്ടു. CPM അത് കഴിഞ്ഞ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത്തരം വച്ചുമാറ്റത്തിനോ ഒന്നും തയ്യാറാകുന്നില്ല. ആ സീറ്റ് അവർക്ക് നൽകാമെന്ന CPM നേതൃത്വം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സീറ്റ് അവർ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കും. RJDയിൽ നിന്നും പാർട്ടി മാറി വരുന്ന ഒരാൾ എന്നത് മാത്രം RJD എന്തെങ്കിലും ക്ലെയിം വെക്കാനുള്ള കാരണം. മത്സരിച്ച നീലൻ ഇപ്പോൾ RJDക്കൊപ്പവുമാണ്. എങ്കിലും കഴിഞ്ഞ തവണ നൽകിയ പാർട്ടിക്ക് തന്നെ ആ സീറ്റ് നൽകാൻ CPM തീരുമാനമെടുത്ത സാഹചര്യത്തിൽ കാര്യമായ തർക്കങ്ങൾക്ക് ഇടയില്ല. സാമുദായിക സമവാക്യങ്ങൾ അവിടെ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത്. ISJDയുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ഭഗത് റൂഫസ് ഈ കോവളം കൂടി ഉൾക്കൊള്ളുന്ന വെങ്ങാനൂരിൽ നിന്ന് നേരത്തെ വിജയിച്ച ആളാണ്, ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് റൂഫസ് ഡാനി ദീർഘനാൾ അവിടെ നിന്നുള്ള പഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഇടതു നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു റൂഫസ് ഡാനിയിൽ. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളും ഇദ്ദേഹത്തിന്റെ വ്യക്തിബന്ധവും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോവളത്ത് ഇടതുമുന്നണിയുടെ ആദ്യം തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ആവുന്നു എന്നതാണ് സാഹചര്യം. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഭഗത് റൂഫസ് അവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കും. CPMന്റെ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. CPMന്റെ സിറ്റിംഗ് MLAമാരിൽ MM മണിയും AC മൊയ്തീനും ഇത്തവണ മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം KK ജയചന്ദ്രനാവും സ്ഥാനാർത്ഥി. മൊയ്തീൻ്റെ കുന്നംകുളത്ത് M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മണലൂരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനായിരിക്കും പരിഗണന ഉണ്ടാവുക. പാലക്കാട് 2 സിറ്റിംഗ് MLAമാർ മാറി നിൽക്കാനാണ് സാധ്യത. നെന്മാറയിൽ K ബാബുവിനും ആലത്തൂരിൽ KD പ്രസേനനും പകരക്കാർ വരാൻ സാധ്യതയുണ്ട്. 5-ാം തീയതിയാണ് ഇടതുമുന്നണി നേതൃയോഗം ചേരുക.
സിറ്റിംഗ് MLA-മാർ അല്ലെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാൻ CPM ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 2 ടേം നിബന്ധന അത്തരം മണ്ഡലങ്ങളിൽ, അതായത് ഉറച്ച പാർട്ടി സീറ്റുകളിൽ, ഉറച്ച മുന്നണി വിജയ പ്രതീക്ഷയുള്ള സീറ്റുകളിൽ പുതിയ ആളുകളെ മത്സരിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ചില സീറ്റുകളിൽ മാറ്റം വരുത്താൻ CPM ആലോചിക്കുന്നത്. ഉടുമ്പൻചോലയിൽ KK ജയേന്ദ്രൻ, മുൻ MLA കൂടിയായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം KK ജയേന്ദ്രന്റെ പേരാണ് ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തത്. MM മണിയാണ് അവിടെ നിലവിലെ MLA. അങ്ങനെയെങ്കിൽ MM മണി ഒഴിവായേക്കും. പകരം KK ജയേന്ദ്രൻ വീണ്ടും അവിടെ മത്സരിക്കാനാണ് സാധ്യത. കുന്നംകുളത്ത് AC മൊയ്തീനും മാറാനാണ് സാധ്യത കൂടുതൽ. അവിടെ M സ്വരാജ് വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടറിയുടെ പേരും അവിടെ ചർച്ചകളിലുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടതാണ് പൊതുവിൽ CPM-ന്റെ ഒരു ധാരണ. പക്ഷേ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ജില്ലാ സെക്രട്ടറിമാർ മത്സരത്തിനിറങ്ങിയാൽ മതി. അത്തരമൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് V ജോയിയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് ബാലാജി എന്ന പേര് കൂടി CPM-ന്റെ സജീവ പരിഗണനയിലുണ്ട്. മണലൂരിലും മാറ്റം വന്നേക്കാം. അവിടെ 3 തവണ മത്സരിച്ച MLA മാറ്റിക്കൊണ്ട് അവിടെ പുതിയ ആള് മുരളി പെരുന്നലിയെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ പേര് പരിഗണിക്കണമെന്ന ആവശ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവിടെയും KV അബ്ദുൽ ഖാദറിന്റെ പേരും അതുപോലെ തന്നെ മുൻ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥിന്റെ പേരുമൊക്കെ ആ മണ്ഡലത്തിലും CPM പരിഗണിക്കുന്നുണ്ട്. അവിടെയും മാറ്റം വന്നേക്കാം. പാലക്കാട് നെന്മാറയിൽ K ബാബു തുടർച്ചയായി 2 തവണ ജയിച്ചയാളാണ്. CPM-ന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ അവിടെ പുതിയൊരു പേര് പരിഗണിക്കണമെന്ന ആവശ്യം CPM-നുണ്ട്. ബാബുവിനെ അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനാണ് സാധ്യത. P സരിൻ ഉൾപ്പെടെ പേരുകൾ അവിടെ CPM ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസ് അടുത്തിടെയായി കുറച്ച് ശക്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ K ബാബു തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരും CPM-നുണ്ട്. നാളെ ചേരുന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലാകും അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകുക. ആലത്തൂരിൽ KD പ്രസേനനും മാറിയേക്കാം. അങ്ങനെ സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത ഉറപ്പുള്ള പുതിയ സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെയും പരിഗണിക്കാനാണ് CPM തീരുമാനം. അതിന്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.